അല്ല, ഉറപ്പില്ല. കാരണം ഞാനായിട്ട് ഒരു ഫൈനൽ തീരുമാനം എടുക്കുന്നത് വിജയ് സാറായിട്ട് മീറ്റ് ചെയ്തിട്ട് അത് സെപ്റ്റംബർ 10 എന്നാണ് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹമായിട്ട് മീറ്റ് ഇപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ അവരെനിക്ക് ഓഫർ ചെയ്തത് ഇതാണ്, സംസ്ഥാന അധ്യക്ഷൻ TVKയുടെ സംസ്ഥാന അധ്യക്ഷൻ ആയിട്ടാണ് ഞങ്ങളത് വന്നതെന്നുള്ളത് അത് അവർ വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ചർച്ച നടന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഒരു ചർച്ച നടന്നിട്ടുള്ളത്. അത് ഇതിൻ്റെ ഫൈനലൈസേഷൻ എന്നുള്ളത് കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ ആശയം എന്താണെന്ന് അറിയണ്ടേ, എന്താണ് അതിൻ്റെ അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അദ്ദേഹമാണ് ഒരു ഫൈനൽ വേർഡ് എന്ന് പറയുന്നത്, അദ്ദേഹമാണ്, വിജയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഈ 10th കണ്ടതിന് ശേഷം ഒരു ഫൈനൽ, അപ്പോൾ ഈ അനൗൺസ്മെൻ്റൊക്കെ മിക്കവാറും ആദ്യം ഇദ്ദേഹമായിട്ട് കൺഫേം ചെയ്തിട്ട് അദ്ദേഹം ഞാൻ എഗ്രി ചെയ്യണം, അദ്ദേഹം എഗ്രി ചെയ്യണം. ആ ഒരു ചുറ്റുപാടിൽ ആയിരിക്കും ഒരു അനൗൺസ്മെന്റ് വരിക, ഒരു ഒഫീഷ്യൽ. ഇത് ഒഫീഷ്യൽ അല്ല കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ അവരെൻ്റെ അടുത്തേക്ക് വന്നു, അവർ ഒരുപാട് കാര്യം ഞാൻ അവരായിട്ടൊരു വീഡിയോ കോൺഫറൻസിലുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ടുണ്ട് അവർ മെയിൻ ലീഡേഴ്സൊക്കെ ആയിട്ട്. അത് NDAയിൽ സഖ്യകക്ഷി അല്ലായിരുന്നു ഞാൻ എൻ്റെ സ്വന്തം പാർട്ടിയായിരുന്നു. പിന്നെ 2021 എൻ്റെ കേരള പീപ്പിൾസ് പാർട്ടി ഇതിലേക്ക് NDAയിലേക്ക് BJPയിലേക്ക് ലയിക്കുന്നത് 21. അതുകൊണ്ടാണല്ലോ ഞാൻ മാറിയത്.